നമസ്കാരം. അമേരിക്കയും സഖ്യകക്ഷികളും ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത മണിക്കൂറുകളാണ് കടന്നുപോയത്. ഇന്നലെ രാത്രി 10 മണി മുതൽ ഇവിടെ അമേരിക്കക്കും അതുപോലെ തന്നെ അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തീവ്രമായ തിരിച്ചടികളുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വന്നിട്ടുണ്ട്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനകത്ത് കൂടുതൽ ആക്രമണങ്ങൾ അവർ നടത്തുമ്പോൾ ഇസ്രായേലിലെ ടെല്ലവീവിലേക്ക് 100-ലധികം മിസൈലുകൾ ഒരേ സമയത്ത് വിക്ഷേപിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നത്. ഒരു ഭാഗത്ത് ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ IRGCയുടെ ആക്രമണത്തിന്റെ 44-ാമത്തെ തരംഗം ടെല്ലവീവിനെ ലക്ഷ്യം വെച്ചുണ്ടായി. ടെല്ലവീവിനകത്ത് ഇവിടെ ഇസ്രായേലിന്റെ സൈനിക ഹെഡ്ക്വാർട്ടേഴ്സ് ഈ ആക്രമണത്തിൽ തകർത്തു കളഞ്ഞു എന്ന വാർത്ത പുറത്തു വരികയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇറാഖിലെ ഫ്രാൻസിന്റെ ഒരു സൈനിക താവളത്തിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഒരു സൈനികൻ കൊല്ലപ്പെട്ടു, നിരവധി സൈനികർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ മാത്രമല്ല അമേരിക്കക്കെതിരെ ഉണ്ടാകുന്നത്. ഇറാനോടൊപ്പം നിലയുറപ്പിച്ചിട്ടുള്ള ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നും വലിയ തിരിച്ചടികൾ അമേരിക്കക്കുണ്ടാകുന്നുണ്ട്. യമനിലെ ഹൂത്തികൾ കൂടെ യുദ്ധമുഖത്തേക്ക് അധികം വൈകാതെ എത്തും എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പിന്റെ ഒരു മിസൈൽ ആക്രമണത്തെ തുടർന്ന് അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം ഇറാഖിൽ തകർന്നു വീണു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ആക്രമണം മൂലമല്ല ഈ വിമാനം തകർന്നത് എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതല്ലെങ്കിലും അങ്ങനെയാണ്, എവിടെ നിന്നെങ്കിലും അടികിട്ടിയാണ് വീണത് എന്ന് പറയാൻ സായിപ്പിന് വലിയ മടിയാണ്. അപ്പൊ പിന്നെ അടികിട്ടിയതല്ല, സാങ്കേതികമായിട്ടുള്ള ചില തലകറക്കമാണ് എന്ന് പറഞ്ഞ് തടി തപ്പാറാണ് പതിവ്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി ഇവിടെ അമേരിക്കയുടെ ഒരു എണ്ണ ടാങ്കറിന് നേരെ, ഒരു കപ്പലിന് നേരെ വലിയ ഒരു ആക്രമണം ഇവിടെ ഇറാഖിൽ വെച്ചുണ്ടായിട്ടുണ്ട്. ഏകദേശം ശ്രീലങ്കൻ തീരത്തുണ്ടായിരുന്ന ഇറാൻ യുദ്ധക്കപ്പലിന് നേരെ അമേരിക്ക ആക്രമിച്ച അതേ രീതിയിൽ തന്നെ അത്തരത്തിലുള്ള ഒരു ആക്രമണമാണ് ഇവിടെ ഇറാഖിൽ വെച്ച് ഈ എണ്ണക്കപ്പലിന് നേരെ ഉണ്ടായത്. വെള്ളത്തിനടിയിലൂടെ പോകുന്ന ഒരു ഡ്രോൺ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ എണ്ണക്കപ്പൽ കത്തി നശിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, അമേരിക്കയുടെ പേര് കേട്ട പടക്കപ്പൽ USS അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന പടക്കപ്പൽ, ഈ പടക്കപ്പലിന് ഇറാൻ നല്ലൊരു യാത്രയയപ്പ് നൽകി എന്നുള്ളതാണ്. ഇറാൻ യാത്രയാക്കി, മിസൈലുകൾ ഉപയോഗിച്ച് ഈ പടക്കപ്പലിനെ യാത്രയാക്കി എന്നുള്ള വാർത്ത പുറത്തു വരികയാണ്. നേരത്തെ ഈ പടക്കപ്പലിന് നേരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആക്രമണത്തിൽ പടക്കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചു എന്ന് ഇറാൻ അവകാശപ്പെട്ടിരുന്നു. അമേരിക്ക അത്തരത്തിലുള്ള വാർത്തകൾ തള്ളിക്കളഞ്ഞിരുന്നു. എന്തായാലും ഈ ആക്രമണത്തെ തുടർന്ന് ഈ പടക്കപ്പൽ 1000 കിലോമീറ്ററോളം പുറകോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നായിരുന്നു ഇറാന്റെ ഒരു അവകാശവാദം. എന്തായാലും ഈ പടക്കപ്പൽ ഇപ്പോൾ അമേരിക്കയിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇനി ഈ പടക്കപ്പലിന് ദൗത്യം തുടരാനാവില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അതുപോലെ തന്നെ ഇന്നലെ രാത്രി USS ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്ന പടക്കപ്പൽ, ഈ 2 കപ്പലുകളാണ് നിലവിൽ ഇറാനെതിരായിട്ടുള്ള ദൗത്യവുമായി രംഗത്തുള്ളത്. എന്തായാലും ഈ പടക്കപ്പൽ ഇന്നലെ കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തൊട്ടു പിന്നാലെ ഇറാന്റെ അവകാശവാദം വന്നു, ഞങ്ങളുടെ ആക്രമണം ഈ ജെറാൾഡ് ആർ ഫോർഡിലേക്ക് ഉണ്ടായിട്ടുണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ് കപ്പൽ കത്തിയത്, വലിയ നാശനഷ്ടങ്ങൾ ഈ കപ്പലിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അവകാശവാദം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. 2 സൈനികർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായി. അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ, പ്രത്യാക്രമണങ്ങളാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു, വെനസ്വേലൻ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുപോയതുപോലെ, അല്ലെങ്കിൽ അവിടെ ഭരണം അട്ടിമറിച്ചതുപോലെ, അല്ലെങ്കിൽ ഇറാഖിൽ ഭരണം അട്ടിമറിച്ചതുപോലെ, സിറിയയിൽ ഭരണം അട്ടിമറിച്ചതുപോലെ ഓടി വന്നിങ്ങോട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിവരക്കേടാണ് എന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അമേരിക്കക്ക് ഇപ്പോൾ അമേരിക്കയുടെ വിവരക്കേട് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇറാൻ അത് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട്, ലോകത്തിന് ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ട്രംപ് ആണെങ്കിൽ ഈ അടി കിട്ടുമ്പോൾ, ശക്തമായ പ്രത്യാക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. എന്താണ് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് പറയേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു രൂപവുമില്ല. ഈ കഴിഞ്ഞ ദിവസം ഇറാന്റെ ഫുട്ബോൾ ടീമിനെ അമേരിക്കയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ട്രംപിന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ട്രംപ് പറയുന്നത് ഇവിടെ വരാതിരിക്കുന്നതാണ് നല്ലത്, അവരുടെ ജീവന് നല്ലത് എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. സ്വന്തം രാജ്യത്തേക്ക് ആദ്യം കളിക്കാൻ വിളിക്കുക, എന്നിട്ട് ഈ കളിക്കാൻ വിളിക്കുന്ന ടീം അവർക്ക് പോകാൻ താല്പര്യമില്ല, ഞങ്ങളുടെ നേതാവിനെ കൊന്ന ആളുകളുമായി സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് അവർ വ്യക്തമാക്കി. ഇപ്പോൾ ട്രംപ് പറയുന്നത് വരാതിരിക്കുന്നതാണ്
നിങ്ങളുടെ ജീവന് നല്ലത് എന്നാണ് പറയുന്നത്. എന്താണ് ഇദ്ദേഹം പറയുന്നത് എന്നതിനെ കുറിച്ച് ഒരു രൂപവുമില്ല. വെളിവില്ലാത്തവനെ പോലെ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്ര വലിയ പ്രത്യാക്രമണങ്ങൾ ഇവിടെ അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ഭാഗത്ത് നിന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രത്യാക്രമണങ്ങൾ. ഇസ്രായേലും അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. വ്യാപകമായിട്ടുള്ള നാശം വിതക്കാൻ IRGCക്ക് കഴിയുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഒരു ഇല പോലും അനങ്ങില്ല. അനങ്ങിയാൽ ഞങ്ങൾ തീർത്തു കളയുമെന്ന് തന്നെയാണ് ഇവിടെ ആയത്തുള്ള അലി ഖംനായുടെ പിൻഗാമിയായി വന്ന അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ അലി ഖംനായി വ്യക്തമാക്കിയിരിക്കുന്നത്. അത്ര ശക്തമായ തിരിച്ചടികൾ അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വ്യാപകമായി യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ യുദ്ധം അമേരിക്കക്കുണ്ടാകാൻ പോകുന്ന സമ്പാദ്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതായത് ലോകത്തെല്ലാ സ്ഥലങ്ങളിലും അമേരിക്കൻ ഇസ്രായേൽ പൗരന്മാർ, അവരുടെ സൈനികർ സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യം വരാൻ പോകുന്നു എന്നാണ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് പല പ്രമുഖരും നിരീക്ഷിച്ചിരുന്നത്. അതുപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. എവിടെയും അവർ സുരക്ഷിതരല്ല. ലോകത്തിന്റെ എല്ലാ മേഖലകളിലും അവർ തിരിച്ചടി നേരിടുന്നു. ഗൾഫ് മേഖലയിൽ നിന്ന് അവരുടെ സൈനിക കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടി പോകാതെ ഇനി അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അവർ പോകുന്നത് വരെ അവരെ ആക്രമിക്കും. വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് അവരുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ചർച്ചയാകാം, അതിന് നിബന്ധനകളുണ്ട് എന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഈ 13-ാം ദിവസവും കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ കഴിയുന്നത്.